ഒത്തിരി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന്റെ പോലും പിന്നിലുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം കയറി വിചാരിച്ച് കയറി കഴിയുമ്പോഴോ അങ്ങോട്ട് വല്ലാത്തൊരു നമ്മൾ വചനം പറയുന്ന പോലെ ഒരു അമാനുഷികമായ ശക്തിയാണ്, നോർമൽ ശക്തിയൊന്നുമല്ല. ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയപ്പോ, പുറത്തു പോയി വീട്ടിൽ വന്ന് കയറിയപ്പോ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അച്ഛൻ അറിയാവോ? ഇല്ല ചേച്ചി പറ. ഒരു കോഴിത്തല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമില്ല അച്ഛാ, എപ്പോഴും പ്രശ്നമാണ് അച്ഛാ, എപ്പോഴും രോഗമാണ് അച്ഛാ, എപ്പോഴും അസ്വസ്ഥതയാണ് അച്ഛാ. ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒരു സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോ നമ്മൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിലെ തലമുറകളിലൊക്കെ നിരന്തരമായി ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വചനം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ, ദൈവം അതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട ഈ വഴി പരിപാടിക്ക് പോകാൻ. കർത്താവിന്റെ ശിക്ഷണത്തിൽ വളർത്തുന്നതിന് പറഞ്ഞ സമയത്ത് നമ്മുടെ ശിക്ഷണത്തിലേക്ക്, നമ്മുടെ വൈകാരികതയ്ക്ക് അനുസരിച്ചൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ പിള്ളേരെ വളർത്തുന്നത്. അത് അപകടകരമായ അവസ്ഥയാണ്. ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പോ പട്ടി അകത്തേക്ക് കയറി. വരുന്ന വഴിക്ക് തന്നെ എന്നെ ഓടിച്ചിട്ട് ഞാൻ പള്ളിക്ക് ചുറ്റും 2 റൗണ്ട് ഓടി. 3ാമത്തെ റൗണ്ടിൽ എന്നെക്കാളും ശക്തനായ എന്നെ ഓടിച്ചതുകൊണ്ട് അവസാനം കടി മേടിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു. എല്ലാം അരുത് 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 എന്നല്ലേ പറയുന്നത്. വീട്ടിലും ഇങ്ങനെ തന്നെ അപ്പുറമൊക്കെ പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമില്ല. എങ്ങനെയാണ് ദൈവം ഒരാത്മാവിന്റെ മേൽ, ഒരു ജീവന്റെ മേൽ നൽകിയിട്ടുള്ള സ്വർഗത്തിന്റെ സ്വർഗീയ സംരക്ഷണത്തെ തകർത്ത് കളയുന്നതും തകർന്നു പോകുന്നതും? ഇതറിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ തിന്മ പ്രവർത്തിക്കുന്ന വഴികളെ, ദൈവാനുഗ്രഹം ചോർന്നു പോകുന്ന വഴികളെ, ദൈവത്തിന്റെ ശക്തിയും കൃപയും നമ്മുടെ മേൽ വെളിപ്പെടുന്നതിനും സ്വർഗീയ അഭിഷേകം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സാധ്യതകളെ തിരിച്ചറിയാനുള്ള ഒരു കാരണമായി ഈ ദിവസത്തിന്റെ ശുശ്രൂഷകൾ മാറും. അതുകൊണ്ട് അതീവ ശ്രദ്ധ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നു. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം. വചനം പറയാണ്, ദൈവം ജോബിനും ജോബിന്റെ ഭവനത്തിനും അവന്റെ സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. ഈ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. ജോബിനും പിന്നെ അവന്റെ സമ്പത്തിനും അവന്റെ ഭവനത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകി. ആരാണ് വേലി കെട്ടി സംരക്ഷണം നൽകിയേ? ദൈവം വേലി കെട്ടി സംരക്ഷണം നൽകി. അല്ലെ? നമ്മുടെ വീടിനെയൊക്കെ സംരക്ഷിക്കാൻ, സുരക്ഷിതമാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീടിന് ചുറ്റും വേലി അല്ലെങ്കിൽ മതില് കെട്ടും എന്ന് പറയുന്ന പോലെ ദൈവം നമുക്കും നമ്മുടെ ഭവനത്തിനും നമ്മുടെ സമ്പത്തിനും ഭൗതികമായ എല്ലാ വിഷയങ്ങൾക്കും ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷണം നൽകി എന്നാണ് വചനം പറയുന്നത്. ഇനി എന്തുകൊണ്ട് ദൈവം ജോബിനും അവന്റെ വസ്തുക്കൾക്ക് സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകി എന്ന് ചോദിച്ചാൽ, 8-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. കർത്താവ് സാത്താനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചുവോ? അവനെ പോലെ, വാക്കുകൾ ശ്രദ്ധിക്കണേ, ജോബിനെ പോലെ സത്യസന്ധനും കാപട്യമില്ലാത്ത ജീവിതം. മനുഷ്യന്റെ മുമ്പിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ദൈവത്തിന്റെ മുമ്പിലും കള്ളത്തരൊന്നുമില്ല, കാപട്യമൊന്നുമില്ല. സത്യസന്ധനാണവൻ. സത്യസന്ധനും നിഷ്കളങ്കനാണ്. ഹൃദയത്തിൽ പരിശുദ്ധിയുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, അൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോ, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ ഹൃദയത്തിന്റെ നിഷ്കളങ്കത മലിനമാകാതെ അതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ജോബ് നിൽക്കുന്നത്. നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവനുമായിരുന്നു ജോബ്. അതാണ് സാധാരണ. ഇങ്ങനെ ഒരുവനെ കണ്ടോന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ദൈവം ജോബിന് ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകാനുള്ള ചില കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ജോബ് വായിച്ചോ, ബൈബിളിലുണ്ടല്ലോ. ഒന്ന്, അവൻ സത്യസന്ധനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവനായിരുന്നത് കൊണ്ട് ദൈവം ജോബിന് ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തൊരു വചനം എടുക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. അടുത്തത്, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. അപ്പൊ ഈ വചനഭാഗത്തിന്റെ 2-ാമത്തെ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ, ഈ സെന്റൻസിന്റെ 2-ാമത്തെ ഭാഗം മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു, ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. യോഹന്നാൻ ശ്ലീഹ പറയാണ്, ദൈവപുത്രൻ ഒരുവനെ സംരക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുകയില്ല. കാരണം അതിന് തൊട്ടു മുമ്പത്തെ ഭാഗമാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. അവനെ ദൈവം സംരക്ഷിക്കുന്നു. മാത്രമല്ല ദുഷ്ടൻ അവനെ തൊടാനുള്ള സാഹചര്യമില്ല.
ജോബിനും വസ്തുവകൾക്കും ചുറ്റും ദൈവം സംരക്ഷണം നൽകി. ദുഷ്ടന് തൊടാൻ പറ്റാത്ത രീതിയിൽ സംരക്ഷണം നൽകി. ഇവിടെ ഒരുവൻ തന്റെ ജീവിതത്തിന്റെ സകല പാപങ്ങളെ കുറിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൽ ഒരു വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, അനുതാപത്തോടെ ഒരു വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ വാഗ്ദാനമാണ് ശത്രു അവനെ തൊടില്ല എന്ന്. ഹല്ലേലൂയ. പിശാചിന് അവനെ തൊടാൻ പറ്റില്ല എന്ന്, ഒരു ശത്രുവും അവനെ തൊടില്ല എന്ന് വചനത്തിന്റെ വാഗ്ദാനമാണ്. ഇനി നിങ്ങൾ സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ തിരുവചനം എടുത്ത്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. ഈ വചനം ഒന്ന് ഒരുമിച്ച് ഒന്ന് എന്നോടൊപ്പം ഏറ്റു പറയാവോ? ഒത്തിരി പേരുടെ വിഷയമാണ്, ഒത്തിരി പേരുടെ ആശങ്കയാണ്, ഒത്തിരി പേരുടെ ഭയമാണ്, ഒത്തിരി പേരുടെ ആകുലതയുടെ വിഷയമാണ്. ഒത്തിരി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന്റെ പോലും പിന്നിലുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാക്കോബിന് ആഭിചാരം എന്തില്ല, ഏൽക്കില്ല, ഇസ്രായേലിനെതിരെ ഒരു ക്ഷുദ്രവിദ്യയും ഫലിക്കുകയില്ല. ശ്രദ്ധിക്കണേ, ഇവിടെ 3 ഇടങ്ങളിലും നമ്മൾ വായിച്ചെടുത്ത് കണ്ടത് ശത്രുവിന്റെ ഒരു തീരുമാനവും ശത്രുവിന്റെ ഒരാലോചനയും ദൈവ മക്കൾക്കെതിരെ ഫലപ്രദമാകില്ല. നമുക്കറിയാം, ഇവിടെ ഈ സംഖ്യ 23-ന്റെ 23 വചനം, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ബാലാം പ്രവാചകനെ ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവചിക്കാൻ വിളിച്ചുകൊണ്ടിരുന്ന, ശപിക്കാൻ വിളിച്ചുകൊണ്ടിരുന്ന ഈ പ്രവാചകൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ബലിയിൽ പങ്കുചേർന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവാലോചന തേടി. അങ്ങനെ പറയുന്നത്, ബാലാം പറഞ്ഞു, ഞാൻ ദൈവത്തോട് ആലോചിക്കട്ടെ. അതിനായി ബലിപീഠം റെഡിയാക്കാൻ പറഞ്ഞു. ബലിപീഠം റെഡിയാക്കി 7 ബലികൾ അർപ്പിച്ചു. ദൈവത്തിൽ നിന്നും സ്വരം കേട്ടു, ദൈവാലോചന കേട്ടു. എന്താണ്? ഈ ജനത്തെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. കാരണം ഇത് ദൈവത്തിന്റെ ജനതയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഇവർക്കെതിരെ ഒരു 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 പ്രവൃത്തിയും ഫലപ്രദമാകില്ല. അതുകൊണ്ട് നീ ശപിക്കാതിന് പകരം അനുഗ്രഹിക്കാൻ പറഞ്ഞു. ഇവരെ അനുഗ്രഹിക്കാനായിട്ട് ശപിക്കാനായിട്ട് വിളിച്ചുകൊണ്ടുവന്ന ബാലാക്ക് പറയുകയാണ്, നീ ശപിക്കാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്ന. അപ്പൊ ബാലാം പറയുന്ന ഒരു കാര്യമാണ്, ഇത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. നിങ്ങൾ 23-ന്റെ 8 ഒന്ന് വായിക്കാവോ? 23:8 മാത്രം ഒന്ന് വായിച്ചേ. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ബാലാം ചോദിക്കുകയാണ്, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? കർത്താവ് ഭത്സിക്കാത്തവനെ ഞാൻ എങ്ങനെ ഭത്സിക്കും എന്ന് പറഞ്ഞാൽ, ദൈവം ശപിക്കാൻ പറയാത്ത ഒരുവനെ എങ്ങനെ ഈ പ്രവാചകൻ ശപിക്കാൻ പറ്റും? ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കീഴിലാണ്. ഇതെല്ലാം പറഞ്ഞു വന്നാണ് 23-ാം അധ്യായം 21-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോ എന്തുകൊണ്ട് ഇവർക്കെതിരെ ശപിക്കാൻ പറ്റണില്ല എന്ന് ബാലാം പറയുകയാണ്. 21-ാമത്തെ വചനം, യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല, അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. അപ്പോ ബാലാമിന് ഈ ജനത്തെ ശപിക്കാൻ, ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പറ്റാത്തതിന്റെ കാരണം പറയാണ്, അവിടുന്ന് അവരിൽ, യാക്കോബിൽ തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടതയില്ല. യാക്കോബിൽ തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടതയില്ല. അതുകൊണ്ട് ഇവരുടെ കൂടെ ദൈവമുണ്ട്, ഇവരെ ശപിക്കാൻ പറ്റില്ല എന്ന്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ബാലാം പറയുന്നത് 23-ന്റെ 23-ൽ പറയുന്നത്, അതിനാൽ യാക്കോബിന് ആഭിചാരമേശില്ല, മന്ത്രവാദമോ ക്ഷുദ്രവിദ്യയോ ഒന്നും ഇസ്രായേലിനെതിരെ ഫലിക്കില്ല. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞേ, ഇസ്രായേലിന് മന്ത്രവാദമോ കൂടോത്രമോ ആഭിചാരമോ ക്ഷുദ്രവിദ്യയോ ഫലിക്കുകയില്ല. ഇനി അടുത്ത ചോദ്യം, നമുക്കിത് ഫലിക്കോ? ഉറക്കെ പറ. എന്തുകൊണ്ട് ഫലിക്കല? എന്തുകൊണ്ട് ഫലിക്കില്ല? ഇവിടെ വചനം പറയുന്നത് ഇസ്രായേൽ, ശ്രദ്ധിക്കണേ, യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചില്ല. അതിനാൽ ഇസ്രായേലിന് മന്ത്രവാദം ഏൽക്കില്ല, കൂടോത്രമൊന്നും ഏൽക്കില്ല എന്ന് പറഞ്ഞേ. അപ്പൊ ഇസ്രായേലിൽ, യാക്കോബിൽ കാണാതെ പോയ ചില കാര്യങ്ങൾ വചനം പറയുന്നുണ്ട്. യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല.
ഇസ്രായേൽ ദുഷ്ടത ദർശിച്ചില്ല. ഇപ്പൊ ജീവിക്കുന്ന കർത്താവ് ഇവിടെ വന്നിട്ട് നമ്മളെ കാണുവാണ്, നോക്കുവാണ്. നമ്മൾ എന്തായിരിക്കും കാണുന്നേ? ദുഷ്ടതയുടെ കൂമ്പാരം അല്ലേ? തിന്മയുടെ കൂടാരമായിരിക്കും ചിലപ്പോ കാണുന്നത്. എന്താ കാണുന്നത് എന്നുള്ളത് ഹൃദയം പരിശോധിക്കുന്ന കർത്താവിനറിയാം, അല്ലേ? ഇപ്പൊ ചില സമയത്ത് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കിട്ടിയാൽ ഇവര് കാണുന്നത് എന്താണെന്ന് അവർക്കും കർത്താവിനും അല്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ആപ്പിലാക്കുന്ന ആപ്പുകളാണെന്നറിയാവോ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്ത് കൗൺസിലിങ്ങിന് ഓരോ പിള്ളേർ വന്നിരിക്കുമ്പോ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ നമ്മളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ പഴയ ജനറേഷനിലാണെന്ന്. ഈ പിള്ളേര് ഫ്രണ്ടിലിരുന്ന് പറയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊന്നും നമ്മുടെ ലോകമല്ല, ഈ ജൻസിയുടെ ലോകത്തിലാണ്. അവര് പറയുന്ന കാര്യങ്ങള്, അവര് സെർച്ച് ചെയ്യുന്ന സാധനങ്ങള്, അവര് കളിക്കുന്ന ഗെയിമുകള്, അവരായിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ, അവര് യൂസ് ചെയ്യുന്ന നമ്മൾ ജീവിതം കേട്ടിട്ട് പോലുമില്ല. എന്തെല്ലാം തരത്തിലുള്ള അപകടകരമായ ആത്മരക്ഷ അപകടത്തിലാക്കുന്ന വിശുദ്ധ ജീവിതം തകർത്ത് കളയുന്ന ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ പോലും പൊലിഞ്ഞു പോകുന്ന ഇത് നമ്മള് പുറമെ വിചാരിക്കുക എല്ലാം സുരക്ഷിതമാണ്. ഒന്നും സുരക്ഷിതമല്ല. നമ്മൾ പറയാറുള്ള പോലെ സൈബർ ലോകം സുരക്ഷിതമല്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ യൗവനങ്ങൾ, എത്രയോ കുടുംബം ജീവിതം നയിക്കുന്നവര്, എത്രയോ ഇന്റലക്ച്വലി ഡെവലപ്ഡ് ആയിട്ടുള്ളവര്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അധ്യാപകരൊക്കെ നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൂടെ സൈബർ മേഖലയിൽ വന്നുപോയ അപജയങ്ങളിലൂടെ, അപകടങ്ങളിലൂടെ, മനസ്സിലാക്കാൻ പറ്റാത്ത ചില ജീവിതത്തിന്റെ വിഷയങ്ങളിലൂടെ ഒക്കെ ജീവിതം കൈമോശം വന്നുപോയി, നഷ്ടപ്പെട്ടു പോയി. ഞങ്ങള് ഇടയ്ക്ക് കൊല്ലത്ത് ഒരു സ്ഥലത്തൊരു ധ്യാനത്തിന് പോയതാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം. പാദപുസ്തകങ്ങളിലൊക്കെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ ദൈവജനം ഒഴുകുന്ന ഒരു സ്ഥലമാണ്. 5 ദിവസത്തെ കൺവെൻഷൻ. അപ്പൊ അവിടെ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് പെരുന്നാൾ ഏറ്റെടുത്ത് നയിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. 10-20 പേരൊക്കെയാണ് ആ വർഷത്തെ പെരുന്നാൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് നയിക്കാനായിട്ടുള്ള സാമ്പത്തിക ഇതില്ലാതിരുന്നുണ്ട്. ആ വർഷം 10-20 പേര് ഒരുമിച്ചാണ് ആ തിരുനാൾ നടത്തുന്നത്. അപ്പോൾ ഞങ്ങള് പകൽ ദിവസങ്ങളിലൊക്കെ വരുന്ന ദൈവജനത്തിനെ കാണുന്നുണ്ടായിരുന്നു. വികാരിച്ചൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് അച്ഛന്മാര് ഫ്രീ ആണെങ്കിൽ, ഇപ്പൊ ഞാനും കാര്യച്ചനുണ്ട്, വൈകിട്ട് ഫ്രീ ആണെങ്കിൽ അവിടെയുള്ള ഈ പെരുന്നാൾ അല്ലെങ്കിൽ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്തിമാരായിട്ട് നിൽക്കുന്നവരെ അച്ഛന്മാര് ഒന്ന് കാണുവാണെങ്കിൽ നല്ലതാണ്, അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുവാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അവര് ഫാമിലി ആയിട്ട് വന്നോട്ടെ. അങ്ങനെ ഒരു കുടുംബം വന്നു. അപ്പനും അമ്മയും മകളെയും കൂട്ടിക്കൊണ്ടാ വന്നത്. അപ്പൊ മകള് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടും താല്പര്യമില്ലാതെയാണ് മകളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഒട്ടും താല്പര്യമില്ല. ചിലരുടെയൊക്കെ മുഖം കാണുമ്പോഴേ നമുക്കറിയാം താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇവിടെ ഇരിക്കുമ്പോൾ പോലും താല്പര്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് മുഖത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ്. എന്റെ കണ്ണിൽ അതിശക്തമായ വെട്ടമടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. പിന്നെ ഒത്തിരി അകലങ്ങളിലൊക്കെ ഇരിക്കുന്നവരിലേക്ക് എന്റെ കാഴ്ചക്ക് കുറവും മന്ദതയൊക്കെ ബാധിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ ഒന്നും വ്യക്തമായിട്ട് കാണാനും പറ്റുന്നില്ല. അപ്പൊ ഈ പെങ്കുച്ചിങ്ങനെ വന്നിരിക്കുക, ഇങ്ങനെ കല്ലിന് കാറ്റ് പിടിക്കാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ അപ്പനും അമ്മയും കൂടിയും അവരെഴുന്നേറ്റ് നിൽക്കുന്നു. അവൾ വന്നവഴി അവിടെ അങ്ങോട്ട് ഇരുന്നു. അപ്പൊ അവളുടെ ബോഡി ജസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴറിയാം ഷീസ് നോട്ട് ടോട്ടലി ഇൻട്രസ്റ്റഡ് അല്ല. മാതാപിതാക്കൾ പറഞ്ഞ അച്ഛാ വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങള്, വല്ലാത്തൊരവസ്ഥ. അച്ഛ ഇവിടെയുള്ള വികാരി അച്ഛന് പോലും അറിയത്തില്ല ഞങ്ങളുടെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റിയല്ല അച്ഛ. ഇവര് ഒരു ഭവനം പണി ആരംഭിച്ചു. 10-25 ലക്ഷം രൂപ ലോൺ അതിനനുവദിച്ചു. അങ്ങനെ ഒരു ഭവനത്തിന്റെ പണി ആരംഭിച്ചു. പണിയുടെ ആരംഭം മുതല് അപ്പൊ ഈ കാശ് ഈ പങ്കുവച്ച് അവൾക്ക് 23 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സാമ്പത്തിക ഈ കിട്ടിയ ലോൺ കിട്ടിയതൊക്കെ ഇവളുടെ അക്കൗണ്ടിലിട്ടു. കാരണം എന്താ, ഒരു പേയ്മെന്റ് നടത്താനൊക്കെ ഇപ്പൊ പിള്ളേർക്ക് നമ്മളെക്കാളും നന്നായിട്ട് അറിയാം. 2 ദിവസം എന്നെ കാണാൻ വന്ന ഒരു സഹോദരി പറഞ്ഞാണ്, സഹോദരൻ പറഞ്ഞാണ്, ഇളയ മകൻ, അവന് 7 വയസ്സേ ഉള്ളൂ, വിദൂരത്തിരുന്ന് അവന്റെ ജ്യേഷ്ഠൻ പേയ്മെന്റ് നടത്തി കഴിയുമ്പോ ഇവനാണ് ഇത് അക്കൗണ്ടൊക്കെ മൊബൈലിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ തുറന്ന് കാശ് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്നത്. യെസ്, കാശൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പാസ്വേഡൊക്കെ അറിയാം. 7 വയസ്സുള്ളവന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോ ഈ പെങ്കൊച്ചിന് ഈ മാതാപിതാക്കൾക്ക് അങ്ങനെ മൊബൈൽ സംബന്ധമായ പേയ്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടും വ്യക്തത ഇല്ലാത്തതുകൊണ്ടും അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു,
ഈ പെങ്കൊച്ചിന്റെ അക്കൗണ്ടിലേക്ക് ഇവര് ഈ 24-25 ലക്ഷം രൂപ കിട്ടിയത് ഈ അക്കൗണ്ടിലേക്ക് ഇട്ടു. ഈ പെങ്കൊച്ചിന്റെ അക്കൗണ്ടിലാണ് 25 ലക്ഷം രൂപ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവര് ഇതിന്റെ തറ കെട്ടാൻ തുടങ്ങി. അപ്പൊ ഓരോ ഗഡുവായിട്ടാണ് ഇവര് പണിയുന്നവർക്ക് ഇവര് കാശ് കൊടുക്കുന്നത്. അപ്പൊ ഒരു തറ കെട്ടി കഴിയുമ്പോൾ ഇത്ര രൂപ കൊടുക്കും, പിന്നെ അതിന്റെ അടുത്ത സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഇത്ര ലക്ഷം രൂപ കൊടുക്കും. അങ്ങനെയാണ് അവര് പറഞ്ഞ് കോൺട്രാക്ട് ഉറപ്പിച്ചിരുന്നത്. അങ്ങനെ തറകെട്ട് കഴിഞ്ഞ് ഈ പെങ്കൊച്ചിനോട് ഇത്രയും ലക്ഷം രൂപ അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ചെയ്തോളാന്ന് പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് നോക്കിയിട്ട് അവര് വന്നിട്ട് പറഞ്ഞു, ഇതുവരെ കാശൊന്നും കിട്ടിയില്ലോ, ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യേണ്ട, വർക്ക് കണ്ടിന്യൂ ചെയ്യണ്ടേ. അപ്പൊ കാശ് മകൾ ഇട്ടോളാന്ന് പറഞ്ഞാണല്ലോ, അവളിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവര് ആ പെങ്കൊച്ചിനെ മകളോട് ചോദിച്ചിട്ട് നീ ക്യാഷ് ഇടാൻ പറഞ്ഞിട്ട് എന്നാ ഇടായിരുന്നേ. അപ്പൊ അവളൊന്നും മിണ്ടിയില്ല. പിന്നെയും ചോദിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് ക്യാഷ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനകത്ത് ക്യാഷ് ഒന്നും ഇല്ല. അവൾ 25 ലക്ഷം രൂപ അതിനകത്ത് ലോൺ എടുത്തിട്ടത് പിന്നെ അവിടെ പോയി. ചോദിച്ചു പിടിച്ചു വന്നപ്പോഴാണ് ഇവൾ ഓൺലൈനിലൂടെ റമ്മി പോലത്തെ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങി. ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഇവളതിനകത്ത് കയറി ഓൺലൈനിലൂടെ കളിച്ച് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല, ഏകദേശം 23 ലക്ഷം രൂപയോളം ഇവള് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ ലോൺ എടുത്ത് ഈ അക്കൗണ്ടിലിട്ട ക്യാഷ് തീർത്ത് കളഞ്ഞു. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് ബാങ്കിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണ്, ഇതിനകത്ത് തുച്ഛമായ കാശേ ഉള്ളൂ. ഇവർ രണ്ടുപേരോടെയും മകളോട് ചോദിച്ചു, നീ എന്ത് തോന്നിവാസം കാണിച്ചത്, നിനക്ക് പറയത്തില്ലായിരുന്നോ, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളോട് പറയത്തില്ലായിരുന്നു, നിനക്ക് കാശ് എടുക്കുമ്പോൾ നീ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞ എന്നാന്നറിയാവോ, നിങ്ങൾ എന്തിനാണ് എന്റെ അക്കൗണ്ടിൽ കാശിട്ട്? ഇത്ര വലിയ തോന്നിവാസം കാണിച്ചിട്ടേ അത് ചോദിക്കാതെ നിന്നപ്പോൾ അവള് പറഞ്ഞാണ്, നിങ്ങൾ എന്തിനാണ് എന്റെ അക്കൗണ്ടിൽ കാശിട്ടെ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇടാൻ. കുടുംബത്തിന്റെ എല്ലാ അവസ്ഥ അറിയാവുന്ന 10-23 വയസ്സ് പ്രായമുള്ള പെങ്കൊച്ചിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അവള് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ അവള് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞോ എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇടാൻ? ആരാ പറഞ്ഞേ? ഒരു കൂസലുമില്ല എന്ന് പറഞ്ഞാൽ ഒരു കൂസലുമില്ല. നമ്മള് എന്നിട്ട് ഈ അപ്പന് വല്ലാത്ത വിഷമവും ഭാരവും ഒക്കെ തോന്നിയിട്ട് അപ്പൻ അടിക്കുകയും തല്ലുമൊക്കെ ചെയ്ത് ഒരനക്കവും ഇല്ല. ഇങ്ങനെ നിൽക്കുക, കടിച്ചിങ്ങനെ ബലം പിടിച്ച് നിൽക്കുക. തല്ലുന്നതിനനുസരിച്ച് മസില് സ്ട്രോങ് ആകാൻ തുടങ്ങും. അടിച്ചോ, എന്നെ അടിച്ചോ. ചിലരൊക്കെ അങ്ങനെയല്ല, എന്നെ തല്ലിക്കോ, എന്നെ അങ്ങോട്ട് തല്ലി, അതന്നെ തല്ലിക്കൊല്ല് അല്ലേ. ഈ സാധനം പിശാച് കയറി കഴിയുമ്പോണ്ടോ അങ്ങോട്ട് വല്ലാത്തൊരു, നമ്മൾ വചനം പറയുന്ന പോലെ ഒരു അമാനുഷികമായ ശക്തിയാണ്. നോർമൽ ശക്തിയൊന്നുമല്ല, ഒരു അമാനുഷികമായ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. അതിശക്തമായ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോ 2-3 ആളുടെയൊക്കെ ബലം ഒരാൾക്ക് വരും, ശക്തി കൂടും. അപ്പോഴാണ് നിന്നെ വല്ലാതെ അലറുന്ന, കാറുന്ന, എടുത്തിട്ട് അടിക്കുന്ന, വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന, തല്ലിപ്പൊട്ടിക്കുന്ന, ഡോറ് വലിച്ചടക്കുന്ന, ഇതൊക്കെ തിന്മ ഇങ്ങനെ വൈകാരിക മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ അടയാളങ്ങളാണ്. അമിതമായ ദേഷ്യം, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അത് വല്ലപ്പോഴൊക്കെ ചില പ്രത്യേക കാര്യം, എപ്പോഴും ഒരു സ്വഭാവത്തിന്റെ ഭാഗമായി അത് മാറിയെങ്കിൽ എവിടെയൊക്കെയോ ജീവിതത്തിന്റെ ഇന്നലകളിൽ സൗഖ്യം കിട്ടേണ്ട തരത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്നും അതിലൂടെ തിന്മ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കണം. ഈ അപ്പനും അമ്മയും കാണാൻ വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇനി ഒരു ലോൺ എടുക്കാതെ ഞങ്ങൾക്ക് ഇത് പണിയാൻ പറ്റില്ല. ഈ ലോൺ എടുത്തതിന്റെ അടച്ചു വീട്ടേണ്ട ബാധ്യത 1. 2, ഇനിയൊരു ലോൺ എടുക്കാതെ ഇത് പൊക്കാൻ പറ്റോ? തറ കെട്ടിയിട്ടിട്ട് ഇനി ബാക്കിയൊന്നും ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്തായി? സ്വാഭാവികമായിട്ടും അല്ലെ, പണി തുടങ്ങിയതാ, തറ കെട്ടിയിട്ടിട്ട് പിന്നെ ഒരു അനക്കം ഇല്ലെങ്കിൽ എല്ലാവരും ചോദിക്കാൻ തുടങ്ങും എന്തായിന്ന്. അത്രമാത്രം നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ, സൈബർ വഴികളിലൂടെയൊക്കെ തിന്മ അതിശക്തമായി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പോലും നമ്മെ, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ദൈവിക സംരക്ഷണത്തിൽ നാമും നമ്മുടെ കുടുംബങ്ങളും ആയിരിക്കുന്നിടത്താണ് ശത്രുവിന്റെ സ്വാധീനങ്ങളെയും അവന്റെ വഞ്ചനകളെയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു വിട്ട ഒരു പ്രാർത്ഥനയുണ്ട്, ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഒരു സുഹൃത ജപം നിങ്ങളോട് രാത്രികാലവും വൈകിട്ടും ഒക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. എന്നതാ? കർത്താവേ, വിവേചനത്തിന്റെ വരം തരണമേ, നന്മയേത് തിന്മയേത്, ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന അവരിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏത് എന്ന് വിവേചിച്ചറിയാനുള്ള ആത്മാവിന്റെ വരം ഞങ്ങൾക്ക് തരണമേ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലാതെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബാലാമിന്
ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പറ്റാതിരുന്നതിന് കാരണം ആ ജനത്തിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവരെ തിന്മ തൊട്ടിട്ടില്ല. വചനം പറയുന്ന പോലെ അവരിൽ യാക്കോബിൽ അവിടെ നിന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. അതുകൊണ്ട് ഒരു ദൈവീക സംരക്ഷണം ഇവർക്കുണ്ടായിരുന്നു. ജോബിന്റെ എടുത്താൽ ജോബിന് ദൈവം സംരക്ഷണം നൽകി, വേലി കെട്ടി. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ് ദുഷ്ടന് തൊടാൻ പറ്റാത്ത രീതിയിൽ ഒരു ദൈവ പൈതൽ. ഇവിടെ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ് ഇസ്രായേലിനെതിരെ ഒരു മന്ത്രവാദമോ ആഭിചാരമോ ഏക്കില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധ കേൾക്കണേ, പുറമേ നിന്നുള്ള ഒരു തിന്മയ്ക്കും ഒരു ദൈവ പൈതലിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ അവന്റെ ആത്മാവിന്റെ മേൽ, ജീവന്റെ മേൽ തൊടാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ദൈവീക ജീവന്റെ മേൽ ഒരു ശത്രുവിനും തൊടാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇസ്രായേലിന് മന്ത്രവാദം ഏൽക്കില്ലെന്നും യാക്കോബിന് ക്ഷുദ്രവിദ്യ വലിക്കില്ലെന്നൊക്കെ പറയുമ്പോ ഇവിടെ വീണ്ടും ചോദ്യം അവശേഷിക്കുകയാണ്. അനേകരുടെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ് എന്റെ അച്ഛാ. ഈ നാളുകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇടവകളിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോ കാരിസ്മയിൽ ഈ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കും വന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്കെതിരെ അവർ അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛാ, അച്ഛൻ അറിയാവോ? ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ അറിയുന്നേ? ചേച്ചിക്കല്ലേ ഇതൊക്കെ അറിയാവുന്നേ? അച്ഛൻ അറിയണോ അച്ഛാ? എന്നാ പറഞ്ഞാലല്ലേ അറിയൂ. എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയപ്പോ, പുറത്തുപോയി വീട്ടിൽ വന്ന് കയറിയപ്പോ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അച്ഛൻ അറിയാവോ? ഇല്ല ചേച്ചി പറ. നമ്മളെ ഇങ്ങനെ ആകാംക്ഷയിൽ നിർത്തിയൊക്കെ ഞാൻ ചേച്ചി പറയാതെ ഞാൻ എങ്ങനെ അറിയാതെ വന്ന് കയറിയപ്പോ ഒരു കോഴിത്തല, ഈ കുങ്കുമൊക്കെ തേച്ചിട്ട് കോഴിക്ക് ഇപ്പൊ കോഴിക്കൊക്കെ കുങ്കുമൊക്കെ തേക്കുന്നത്, കോഴിക്ക് കുങ്കുമൊക്കെ തേച്ചിട്ട് വീടിന്റെ മുറ്റത്ത് ഒരു കോഴിത്തല. അപ്പൊ ഞാൻ ചോദിച്ചു, തല മാത്രമേ ഉള്ളൂ, ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് കറിവല്ലോ വയ്ക്കായിരുന്നു. എന്നുവെച്ചാ തല മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പിന്നെ ഒന്നും അറിയാത്ത രീതിയിൽ ഞാൻ ചോദിച്ചു, അതിനിപ്പ എന്നാ അച്ഛൻ അറിഞ്ഞൂടാ? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ. ശരിക്കും അച്ഛൻ അറിഞ്ഞൂടാ? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ. ഞാൻ കോഴിത്തല കണ്ടിട്ടുണ്ട്, അല്ല വേറെ ഇപ്പൊ നമുക്കെന്നാ. പിന്നെ പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് ഭയങ്കര ആവേശം. ഇനിയിപ്പോ ഇതെല്ലാം അച്ഛനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ എന്തൊക്കെയോ വ്യാഖ്യാനങ്ങൾ പുള്ളിക്കാരത്തേക്ക് അറിയാവുന്ന വ്യാഖ്യാനങ്ങളൊക്കെ അച്ഛനെ പറഞ്ഞ് പഠിപ്പിക്കണം. അത് പുള്ളിക്കാരത്തേക്ക് പെട്ടെന്നൊരു ആവേശമായി. അച്ഛൻ അറിഞ്ഞൂടല്ലേ? ഇല്ല. കൊടിയ മന്ത്രവാദമാ ഇതുണ്ടല്ലോ. കോഴിയുടെ കഴുത്തറത്തട്ടെ, രക്തം കൊണ്ടുള്ള മന്ത്രവാദമാ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഈ കോഴിയുടെ കഴുത്തറുത്ത് അവരെന്നാ ചെയ്യുന്നേ? അവര് മന്ത്രവാദം ചെയ്തിട്ട് ഞങ്ങള് നശിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നിട്ടേക്കുവാ. അച്ഛൻ അറിയാവോ? ഞാൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായി അവരെന്തിനാണത് ചെയ്തതെന്ന്. ഇപ്പഴ നമ്മൾ ചേച്ചി പറഞ്ഞാലല്ലേ നമുക്കിതൊക്കെ കാരണം ബൈബിളിൽ നമ്മൾ ഇതൊന്നും, ബൈബിളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോഴിത്തല വെട്ടി വീടിന്റെ മുന്നിൽ വെച്ചാൽ അത് നമുക്ക് അസ്വസ്ഥതയാണെന്നൊന്നും ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, പിന്നെ അയ്യോ അച്ഛൻ അറിഞ്ഞൂടാ. ദൈവമേ, ഞാൻ ഇനി പുള്ളിക്കാരത്തി ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ ഞങ്ങളുടെ വീട് മുറ്റത്തെ ഒരു കോഴിമുട്ട. ഞാൻ പറഞ്ഞു എന്തൊരു ഭാഗ്യമാ, കോഴി പോലും ഇല്ലാത്ത നിങ്ങൾക്ക് കോഴിമുട്ട സൗജന്യമായിട്ട് കിട്ടിയില്ലേ? അച്ഛാ കഴിക്കാൻ കൊള്ളുന്നല്ല അച്ഛാ. പിന്നെ അത് ഇവര് പുള്ളിക്കാരത്തേക്ക് ഒരു വീടിനടുത്തുള്ള ഒരു ടീമിനെ അറിയാം, തൊട്ടയിലൊക്കത്തുള്ള. അവര് ഞങ്ങളുടെ കുടുംബം നശിക്കാൻ വേണ്ടി മുട്ടയിലെ കൂടോത്രം ചെയ്ത അച്ഛാ. അച്ഛൻ മനസ്സിലായോ? ഞാൻ പറഞ്ഞു എല്ലാം മനസ്സിലായി. ഞാൻ പറഞ്ഞു നിങ്ങളെ പോലുള്ളവരാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ദൈവത്തെ നിങ്ങളെ ഓർത്ത് ഞാൻ ഇപ്പോഴും നന്ദി പറയാറുണ്ട്. കാരണം നമുക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾ പഠിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. കോഴിത്തല വെട്ടിവെച്ച് മന്ത്രവാദം ചെയ്യാന്നും കോഴി മുട്ട കൊണ്ട് മന്ത്രവാദം ചെയ്യാന്നും തലമുടി എടുത്ത് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ.
പക്ഷെ ഈ സഹോദരി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് അങ്ങോട്ട് ദഹിക്കാൻ പറ്റാതിരുന്നത്. മന്ത്രവാദവും കൂടോത്രവും ആഭിചാരക്രിയകളൊക്കെ ചെയ്യുകയും അതിൻ്റെതായ സ്വാധീന ശക്തിയുണ്ട്. തിന്മയ്ക്ക് തിന്മയുടെ സ്വാധീന ശക്തിയുണ്ട് എന്നാണ് വചനം പറയുന്നത്. അപ്പൊ അതിന്റെ സ്വാധീന ശക്തി വില കുറച്ച് കാണുന്നല്ല. പിന്നെ ഈ സഹോദരി പറയും, ഇവര് ഇതൊക്കെ ചെയ്യുന്നത് കാരണം അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമില്ല അച്ഛാ, എപ്പോഴും പ്രശ്നമാണ് അച്ഛാ, എപ്പോഴും രോഗമാണ് അച്ഛാ, എപ്പോഴും അസ്വസ്ഥതയാണ് അച്ഛാ. ഇത്രയും കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി ഈ വചനം ഞാൻ എടുത്തു. ഏത് ഏതാ 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 അച്ഛനെടുത്ത വചനം ഞങ്ങൾ എങ്ങനെ അല്ലേ? സംഖ്യ 23 പറഞ്ഞ 23 ഞാൻ പറഞ്ഞു, ചേച്ചി സംഖ്യ 23:21 കർത്താവിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേലിന് മന്ത്രവാദം ഏക്കില്ല. അതോടെ അച്ഛാ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു ബൈബിളുണ്ട്, ഞാൻ കാണിച്ചു തരാം, തുറന്ന് കാണിച്ചു തരാം. യാക്കോബിനും മന്ത്രവാദമോ ക്ഷുദ്രവിദ്യ ഒന്നും ഫലിക്കുകയില്ല. അപ്പൊ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ഞങ്ങൾക്കറിയാം അച്ഛാ, അവർ ഞങ്ങൾക്കെതിരെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം, അച്ഛന് പേരും വീട്ടുപേരൊക്കെ വേണം. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു യഥാർത്ഥ ഇസ്രായേൽ ദൈവം കൂടെയുള്ള ജനതയാണെങ്കിൽ ആരെന്തും ചെയ്തോട്ടെ, ഒന്നും നിങ്ങൾക്കെതിരെ പറ ഫലിക്കില്ല. വിശ്വസിക്കുന്നവർ മാത്രം വലതുകരത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. എത്രമാത്രം വിശ്വാസമുണ്ട് അത്രമാത്രം ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ കെട്ട് പൊട്ടേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തിന്മ അനേകരെ ഇന്ന് ഭയപ്പെടുത്തി തിന്മയ്ക്ക് സ്വാധീനം എടുക്കാൻ പറ്റുന്ന രീതിയിൽ അനേകം കുടുംബങ്ങളുടെ മേൽ തിന്മ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് അന്ധവിശ്വാസത്തിന്റെ മേഖല. അന്ധവിശ്വാസം, നിരീശ്വരത്വം വേറെ, അത് പോട്ടെ. നിരീശ്വരത്വം പിന്നെയും ചില സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ കുഴപ്പമില്ല തോന്നും. ഇങ്ങനെയുള്ള അന്ധവിശ്വാസം കൊണ്ട് അമിതമായ അപകടം കൊണ്ടുവരുന്നവരുണ്ട്. ഞാന് ഇതിനുമ്പ് എവിടെയോ പറഞ്ഞിട്ടുള്ള ഒരു വീട്ടില് അറിയുന്ന ഒരു കുടുംബം. ആ വീട്ടില് ഞാൻ യാദൃശ്ചികമായിട്ട് അന്ന് അവിടെ കയറി ഒരു ശുശ്രൂഷയെ കഴിഞ്ഞ് വരുന്ന വഴിക്ക്. അപ്പൊ കയറി കഴിഞ്ഞ് ഇതിനു മുമ്പ് ഞാൻ കയറി കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ അവരുടെ ആ മുറിയില് കയറി ചെല്ലുന്ന മുറിയില് ആ ഇടയ്ക്ക് അവിടെ അപ്പന്റെ അമ്മയുടെയും മരിച്ചുപോയ അപ്പന്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി. അതൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ ഒരു പൈപ്പൊക്കെ വെച്ച് 3 പൈപ്പ് വെച്ചിട്ടുണ്ട്. സിമെന്റ് ഒക്കെ ഇട്ടേക്കാണ്, പെയിന്റ് അടിച്ചിട്ടില്ല, കാരണം ഈ അടുത്ത കാലത്ത് ചെയ്താ. അപ്പൊ ഞാൻ കയറി ചെയ്തപ്പോ ഞാൻ ഇത് തന്നെ ഇവിടെ ഇടയ്ക്ക് എന്തോ പണിയൊക്കെ നടന്നിട്ടുണ്ടല്ലോ, 3 പൈപ്പൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഇവിടെ മാത്രമല്ല അപ്പുറത്തെ മുറിയിലുണ്ട്, അതിന്റെ അപ്പുറത്തെ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പുറത്തെ മുറി നോക്കിയപ്പോ ശരിയാണ്, അവിടെയുണ്ട്. ഞാൻ അടുക്കളയിലും കൂട്ടിക്കൊണ്ട് അവിടെയുണ്ട്, അടുക്കളയിലുണ്ട്. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മെയിൻ എൻട്രൻസിലുണ്ട്, അതായത് മെയിൻ ആദ്യത്തെ വോളിലുണ്ട്. ഞാൻ ചോദിച്ചത് ഇതെന്താണ് ഇങ്ങനെ? അതച്ചാ ഞങ്ങളുടെ കുടുംബത്തില് അച്ഛനറിയാലോ വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും ക്ലേശമൊക്കെ ആയി കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ഒരു ഗതിയില്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുമായിരുന്നു. ആരോ പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാം എന്ന് പറഞ്ഞ് ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി. അയാളുടെ അടുത്തോണ്ട് പറഞ്ഞ അയാൾ പറഞ്ഞു ഞാൻ വരാം, വീട്ടിൽ വന്ന് പ്രശ്നം വെക്കാം. പ്രശ്നം വെച്ചിട്ടാ പോയെ, പരിഹാരമല്ല, പ്രശ്നം വെച്ചിട്ടാ പോയത്. ഞാൻ വന്ന് പ്രശ്നം വെച്ച് നോക്കാം, എന്താണ് പ്രശ്നമെന്ന് അറിയണമല്ലോ. അപ്പൊ അവര് വന്ന് കുടുംബത്തിൽ വന്ന് മൊത്തം ഒന്ന് കറങ്ങി നോക്കി. 1-2 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞ കാര്യം, നിങ്ങളുടെ വീട്ടിൽ വായുദേവന് പോകാൻ സ്ഥലമില്ല. എന്തോ വായുദേവന് പോകാൻ. ഇപ്പൊ വായുദേവന് പോകാൻ സ്ഥലമില്ലെന്നാ പറയുന്നത്. പിന്നെന്ത് ചെയ്യണം? ഇനി വായുദേവൻ വരുമ്പോ ബ്ലോക്ക് ഒന്നും ഉണ്ടാകരുത്. അപ്പൊ അവിടെ നിന്ന് വന്ന അതുപോലെ തന്നെ പുള്ളിക്ക് നേരമാണ്. പുള്ളി നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്ന ദേവനാണ്. വളഞ്ഞു പൊളിഞ്ഞൊന്നും യാത്ര ചെയ്യാൻ അറിയാത്ത ദേവനായതുകൊണ്ട്, ഇച്ചിരി അറിവ് കുറവും ഇച്ചിരി കഴിവ് കുറവുള്ള ദേവനായതുകൊണ്ട് നേരെ മാത്രമേ പുള്ളി പോകുള്ളൂ, വളഞ്ഞ വഴിയൊന്നും പോകുകയില്ല. അതുകൊണ്ട് ഇവര് പറഞ്ഞു കൊടുത്തൊരു പ്രതിവിധിയാണ്, നിങ്ങൾ ഈ മതിൽ തുളച്ച് 3 തുളയിടുക, അപ്പുറത്തെ മതിൽ ആ റേഞ്ചിൽ ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഈ വായുദേവൻ വരുമ്പോ അതിലേക്ക് കയറിയാൽ അടുക്കള വഴി പൊക്കോളൂ. അപ്പൊ ക്ലിയറായി. അപ്പൊ ആ കാര്യം ക്ലിയറായി. എന്ത് സാമ്പത്തിക മേലൊക്കെ അതോടുകൂടി ശരിയാവും. പിന്നെ അവർ കറങ്ങി തിരിഞ്ഞു വന്നപ്പോ അവരുടെ ടോയ്ലറ്റ് ഇരിക്കുന്നത് കന്യാകോണിലാന്ന് പറഞ്ഞു.
വേറൊരു കോണും കണ്ടില്ല. അപ്പൊ അവരോട് പറഞ്ഞ് അത് നിങ്ങൾ പൊളിച്ചിട്ട് ആ കോണിൽ നിന്ന് മാറ്റി ഈ കോണിലേക്ക് വെച്ച് കഴിയുമ്പോ എല്ലാ പ്രശ്നവും തീരും. ഞാൻ ചെന്നപ്പോ ആകെ ഇത്രേ ചെയ്തിട്ടുള്ളായിരുന്നു, കന്യകയുടെ കോൺ പൊളിച്ചിട്ടില്ലായിരുന്നു. അതിന് അടുത്ത ദിവസത്തേക്ക് അങ്ങനെ വെക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചോദിച്ചു, എന്റെ ചേച്ചി ശനിയാഴ്ച കൺവെൻഷനൊക്കെ കാരിസ്മയിൽ വരുന്നല്ലേ? എല്ലാ ശനിയാഴ്ചകളിലും ഇന്നവിടെ കൺവെൻഷൻ ഉണ്ട്, കഴിഞ്ഞോളൂ. അപ്പോ എല്ലാ ശനിയാഴ്ചകളിലും കാരിസ്മയിൽ കൺവെൻഷൻ വരുന്നതല്ലേ? ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, പ്രശ്നം ഉണ്ടാകുമ്പോ ദൈവത്തോട് ചോദിച്ചിട്ട് വേണ്ടേ മനുഷ്യനോട് ചോദിക്കാൻ? ദൈവവചനം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട. ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒരു സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോ, നമ്മൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തില് തലമുറകളിലൊക്കെ നിരന്തരമായി ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വചനം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ ദൈവം അതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട ഈ വഴി പരിപാടിക്ക് പോകാൻ. പുള്ളിക്കാരത്ത് പറഞ്ഞു, അച്ഛാ അത് അറിയില്ലായിരുന്നു അച്ഛാ. പിന്നെ എന്നെ ചെയ്യാൻ പറ്റും അല്ലേ? അറിവില്ലായ്മ ഒരു പാപമല്ലല്ലോ എന്ന് പറയുന്ന പോലെ. പിന്നെ നമുക്ക് അച്ഛാ അത് അറിയില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ ഞങ്ങൾ അറിയുന്ന ഒരാൾ പറഞ്ഞ് അങ്ങനെ പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോ അവരിങ്ങനെ പറഞ്ഞു, അവർ വീട്ടിൽ വരാന്ന് പറഞ്ഞ് വന്ന്. എന്നിട്ട് ഞാൻ ചുമ്മാ ചോദിച്ചു, നിങ്ങള് എന്നിട്ട് കാശ് വല്ലതും കൊടുത്തോ? കാശ് വല്ലതും കൊടുത്തോ? ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്ത് പറഞ്ഞു, കൊണ്ടുവന്ന ആള് പറഞ്ഞത് സാധാരണ പുള്ളി 10 രൂപ മേടിക്കുന്നത് നിങ്ങളുടെ ആയതുകൊണ്ട് 7 രൂപ കൊടുത്താൽ മതി എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് 7 രൂപ കൊടുത്തു. എവിടത്തൊക്കെയോ കടം മേടിച്ച്, ഒന്നാമത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴാണ് എവിടത്തൊക്കെ കടം മേടിച്ച് 7 രൂപ കൂടി കൊടുത്ത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട് പ്രശ്നങ്ങളൊക്കെ? തീർന്നോ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ? 7,000 രൂപ മേടിച്ചത് ബാക്കി, ഇനി അത് അഡീഷണൽ കടമായിട്ട് കിടക്കുക. നോക്കണേ, യഥാർത്ഥ ഇസ്രായേലിന് മന്ത്രവാദമോ ആഭിചാരമോ ഏൽക്കില്ല. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ബാഹ്യമായ തിന്മയ്ക്കും ഒരാത്മാവിന്റെ മേൽ, ഒരു ദൈവ പൈതലിന്റെ മേൽ അധികാരമോ ആധിപത്യമോ ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ 1 പത്രോസ് 1:18 ഒന്ന് വായിക്കാമോ? പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച ഈ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടത് നശ്വരമായ നശിച്ചു പോകുന്ന വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല. കേൾക്കണേ, ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടത്, ഞാനും നിങ്ങളും സ്വന്തമാക്കപ്പെട്ടത്, വിലയ്ക്ക് വാങ്ങപ്പെട്ടത് നശിച്ചു പോകുന്ന ഏതെങ്കിലും വസ്തുവിനാലല്ല, സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് വായിക്കേ, എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പിന്നെയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. വചനം പറയാണ്, പത്രോസ്ലീഹ പറയുന്നത്, നാം വീണ്ടെടുക്കപ്പെട്ടത്, നാം സ്വന്തമാക്കപ്പെട്ടിരിക്കുന്നത്, വിലയ്ക്ക് വാങ്ങപ്പെട്ടത് കുഞ്ഞാടിന്റേതുപോലുള്ള ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ കാൽവരിയിൽ അറക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ആമേൻ പറ, ഉറക്കെ പറ. ഈ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മളെ ഈ ലോകത്തിലുള്ള ഒരു തിന്മയ്ക്കും, ഒരു പൈശാചിക ശത്രുവിനും, ഒരു അന്ധകാര പീഡയ്ക്കും നമ്മുടെ ജീവിതത്തിന്റെ മേൽ, നമ്മുടെ ജീവന്റെ മേൽ കൈവയ്ക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. ഉറക്കെ പറ ഹല്ലേലൂയ. നമ്മുടെ ജീവന്റെ മേൽ, നമ്മുടെ ആത്മാവിന്റെ മേൽ ശത്രുവിന് തൊടാൻ പറ്റില്ല. ഇനി അവന് തൊടണമെങ്കിൽ നാം വിട്ടുകൊടുക്കേണ്ടത്, നമ്മൾ തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ പറയും. പക്ഷേ ദൈവം ചില സമയങ്ങളിൽ നമ്മുടെ ജീവൻ ഒഴികെ ബാക്കി എല്ലാറ്റിന്റെ മേലുള്ള അധികാരം ശത്രുവിന് കൊടുക്കും. നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ മേൽ, നമ്മുടെ സമ്പത്തിന്റെ മേൽ, നമ്മുടെ ശരീരത്തിന്റെ മേൽ ഒക്കെയുള്ള ദൈവീകമായ സംരക്ഷണത്തെ ദൈവം പൊളിച്ചു കൊടുക്കും ശത്രുവിന്. ചില സമയങ്ങളിൽ, ചില കാലഘട്ടങ്ങളിൽ, ചില വേളകളിൽ ജോബിന്റെ ജീവിതത്തിന്റെ മേൽ സാത്താന് പ്രവർത്തിക്കാൻ ദൈവം അനുവാദം കൊടുത്തതുപോലെ നമ്മെ ശിക്ഷണ വിധേയരാക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്തിനാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആരും നമ്മുടെ പാപത്തിനെതിരായ യുദ്ധത്തിൽ നമ്മൾ ആരും രക്തം ചൊരിഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടി കർത്താവാണ് നമ്മുടെ പാപത്തിന് പരിഹാരമായി രക്തം ചിന്തിയത്. എന്നിട്ട് പറയാം, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എന്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. ദൈവം ശാസിക്കുമ്പോൾ
ദൈവം ശിക്ഷിക്കുമ്പോൾ, ശിക്ഷണ വിധേയരാക്കുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകരുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള ദൈവീക സംരക്ഷണത്തിന്റെ വേലിക്കെട്ട് ദൈവം ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പൊളിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകള്, ശാരീരിക പീഡകള്, ജീവിതത്തിൽ വരുന്ന അനർത്ഥങ്ങള്, അപകടങ്ങൾ, അസ്വസ്ഥതകള്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ വചനം പറയാൻ, നിങ്ങൾ അസ്വസ്ഥരാകരുത്, നഷ്ടധൈര്യരാകരുത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. മക്കളെയാണല്ലോ നമ്മൾ തല്ലുന്നേ, അല്ലേ? വീട്ടിലാണെങ്കിലും നമ്മൾ തല്ലുന്നത് നമ്മുടെ മക്കളെ, അയലൊക്കത്തുള്ള പിള്ളേരെ അല്ല, നമ്മുടെ മക്കളെയാണ്. അവർ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ അടിക്കും, നമ്മളവരെ ശിക്ഷണ വിധേയരാക്കും. അതെന്തിനാണ്? അവര് നശിച്ചു പോകാനാണോ, നന്നാകാനാണോ? നന്നാകാനാണ്, നിശ്ചയമായിട്ട്, അല്ലെ? ചില മക്കൾക്ക് ഇത് മനസ്സിലാകില്ല, അതുകൊണ്ട് അത് മുറിവായിട്ട് മാറും. അതുകൊണ്ട് പറയും, ഓ എപ്പോഴും പുറകെ നടന്ന് ഇത് തന്നെ പറച്ചില്ല, തലവേദന അച്ഛ. ആരാ? അമ്മ അല്ല, പിന്നെ ആരാ? തലവേദന അച്ഛ. വീട്ടിൽ കേറുമ്പോഴേ തുടങ്ങും, പഠിക്കടി 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 പഠിക്കടി. വേറൊന്നും പറയാനില്ലാത്ത പോലെ. ഇന്നിടയ്ക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകുമ്പോ, എങ്ങോട്ട് പോണ്ടി? മൂത്രമൊഴിക്കാൻ. അല്ല ഇപ്പൊ ഒഴിക്കണോ? എന്നാ പിന്നെ എനിക്കും ഒരു അമ്മ ഒഴിക്കോ? അവിടെ ഒഴിക്കുക. എന്നാ പിന്നെ എനിക്കും ഒരു അമ്മ ഒഴിക്കുമെന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ അവള് പറഞ്ഞു, തലവേദന ചില സമയത്ത് ഞാൻ ഓർത്തുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാലോ എന്ന്. പക്ഷെ നമ്മൾ ശിക്ഷണ വിധേയരാക്കുന്നത് ഇവരിറങ്ങി പോകാനോ ഇവരെ കൺട്രോൾ പോകാനൊന്നും അല്ല. ചില സമയത്ത് നമുക്ക് കൺട്രോൾ പോകും. കർത്താവിന്റെ ശിക്ഷണത്തിൽ വളർത്തുന്നതിന് പകരം ചില സമയത്ത് നമ്മുടെ ശിക്ഷണത്തിലേക്ക്, നമ്മുടെ വൈകാരികതയ്ക്ക് അനുസരിച്ചൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ പിള്ളേരെ വളർത്തുന്നത്. അത് അപകടകരമായ അവസ്ഥയാണ്. ഞാനും അനീഷിനുള്ള സമയത്ത്, അനീഷിച്ച് മരിച്ചുപോയി, അനീഷിനുള്ള സമയത്ത് ഞങ്ങളൊരു വീട്ടില് ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് അറിയുന്ന ഒരു വീടാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ആ വീട്ടിൽ കിട പറഞ്ഞു, നമ്മൾ കുറച്ചധികം ആളുകളെ അവിടെ കയറിയിട്ട് ഒന്ന് കയറിയാലോ എന്ന് കരുതി ചുമ്മാ ഗേറ്റ് തുറന്ന് കിടക്കുന്നതുകൊണ്ട് വണ്ടി അകത്തേക്ക് ഇട്ടു. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെറിയ രണ്ട് കുഞ്ഞുങ്ങളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കെട്ടിയവനായിട്ട് എന്തോ അടിയുണ്ടായി, അല്ലെങ്കിൽ അമ്മായിയമ്മയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. അത് മുഴുവൻ ഈ കുഞ്ഞിന്റെ പിള്ളേരുടെ മക്കിട്ടായി ഈ തള്ള തീർത്തോണ്ടിരിക്കുന്നത്. സിനിമയിലൊക്കെ കാണുന്ന പോലെ കാലെ പിടിച്ചിട്ട് അടിച്ചോണ്ടിരിക്കുക, പടുക്കോ എന്ന് പറഞ്ഞ് അടിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ ചെന്നപ്പോഴേക്കും, ഞങ്ങളെ കണ്ടപ്പോഴേക്കും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോഴേക്കും അനീഷിച്ചൻ ചോദിച്ചത്, എന്നെ കാണിക്കുന്നേ, ഈ കൊച്ചു ചത്തുപോകുമല്ലോ ഇങ്ങനെ തല്ലിയാല്. ഇത് ഇത്ര ഉള്ളെങ്കിൽ ഇതിന്റെ കയ്യിലിരിപ്പ് അച്ഛൻ അറിയാൻ പാടില്ല, ഇത്ര ഇതിന്റെ കയ്യിലിരിപ്പ് അച്ഛൻ അറിയാൻ പാടില്ല, തല്ലിയാ പോരെന്നാ പുള്ളിക്കാരത്തി പറയുന്നത്. എന്നാൽ നിസ്സാരമല്ല, പുള്ളിക്കാരത്തിന് ആ മുഴുവൻ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഇതെല്ലാം ഈ ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങള്, എനിക്ക് തോന്നുന്നു എത്ര വയസ്സുണ്ടാവും, 4-6 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾ അത്രേ ഉള്ളൂ, എടുത്തിട്ട് അലക്കുമായിട്ട്. ഇപ്പൊ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പണ്ടൊക്കെ നമ്മൾ മറ്റേ കല്ലേല് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് അലക്കണമായിരുന്നു, അല്ലെ? വീട്ടിൽ ഞങ്ങൾ 3 ആൺമക്കളാ. പണ്ട് തുണി അലക്കുമ്പോ ഈ ബെഡ്ഷീറ്റും പില്ലോ മറ്റേ പുതപ്പും അതൊക്കെ അലക്കുന്ന ദിവസം ചടങ്ങാ. എന്നാ പറയാ, ഞങ്ങൾ അവിടെ മമ്മിയുടെ സൈഡിൽ കാവ നിൽക്കണം. ഇതിങ്ങനെ മുക്കി വെള്ളത്തിൽ വെച്ചേക്കുമല്ലേ സോപ്പൊടി ഇട്ട്. ഇത് പൊക്കാന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് അല്ലേ. ഇത് പൊക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് പൊക്കിയിട്ട് ഈ കല്ലിലിട്ട് അടിക്കണം. എന്നിട്ട് ഒരു സൈഡ് പിടിക്കണം. പിടിയണ്ടേ, ഇതൊക്കെ പിടിഞ്ഞെടുക്കുന്ന അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട്. വലിയ കട്ടിയുള്ള സാധനമല്ലേ, കമ്പിളി പോലത്തെ സാധനങ്ങളൊക്കെ പിടിഞ്ഞെടുക്കാവുന്ന. അപ്പൊ ഒരു സൈഡിൽ പിടിച്ചിട്ട് ഇതുപോലെ ആ കൊച്ചിനെ പിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അടിച്ചോണ്ടിരിക്കുന്നത്. കല്ലില്ലെന്നേ ഉള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ മക്കള്, എന്നെ ശ്രവിക്കുന്ന മക്കളെ പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ, ഒരപ്പനും ഒരമ്മയും നിശ്ചയമായി മക്കൾ നശിച്ചു പോകാൻ വേണ്ടി ഒന്നും ചെയ്യാൻ മാത്രം അത്ര ക്രൂരരാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. പെറ്റു വളർത്തിയ ഒരു അമ്മ 9 മാസം ഉദരത്തിൽ ഇട്ട് വളർത്തി വലുതാക്കി ചോര നീരാക്കി അധ്വാനിച്ച അപ്പൻ ഇവര് ശകാരിക്കുമ്പോ, തിരുത്തുമ്പോ, നേർവഴിക്ക് നടക്കാൻ പറയുമ്പോ, ചില ഉപദേശങ്ങൾ നമുക്ക് അത്ര കണ്ട് സ്വീകാര്യമല്ലാത്ത രീതിയിൽ അവര് പ്രകടിപ്പിക്കുമ്പോ അതിന്റെ പിന്നിലുള്ള തേജോവികാരം സ്നേഹമാണെന്നും നമ്മുടെ നന്മയാണെന്നും തിരിച്ചറിയാനുള്ള ജ്ഞാനം നമുക്ക് വേണ്ടതുണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ജ്ഞാനം നമ്മുടെ മക്കൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് വചനം പറയാണ്, ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കുന്നത്, മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം
നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. ഇതിനു പുറമെ നമ്മെ തിരുത്തുന്നതിനും നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു, നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇനി പറയുന്നത് ശ്രദ്ധിച്ചേക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത്, ശിക്ഷണ വിധേയരാക്കുന്നത് നമ്മുടെ നന്മയ്ക്കും അവിടുത്തെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവിക സംരക്ഷണം എപ്പോഴൊക്കെ ആ വേലിക്കെട്ട് കർത്താവ് പൊളിച്ചു മാറ്റുന്നുണ്ടോ, അപ്പോഴൊക്കെ നമുക്കെതിരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകള്, സംരക്ഷണമില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളുടെ പിന്നിൽ ദൈവമാണ് തുറന്നു കൊടുത്തതെങ്കിൽ, ദൈവമാണ് അനുവദിച്ചതെങ്കിൽ, ഒരു ദൈവ പൈതലിന് ദൈവമായിട്ട് അനുവദിച്ച സഹനമാണെങ്കിൽ അതിന്റെ പിന്നിൽ ഉന്നതമായ ലക്ഷ്യമുണ്ട്. ശ്രദ്ധിക്കുക, നമ്മുടെ പാപം മൂലം വന്ന അസ്വസ്ഥതകളെ കുറിച്ചോ അനർത്ഥങ്ങളെ കുറിച്ചോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ദൈവം അനുവദിച്ചു വേലിക്കെട്ട് പൊളിക്കാൻ. സാത്താൻ വന്ന് കർത്താവിനോട് ചോദിച്ചു, ജോബ് നിന്നെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും മഹത്വപ്പെടുന്നതും വെറുതെയാണോ? നീ അവന് സമ്പത്ത് കൊടുത്തില്ലേ? ഊസ്ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനാക്കി നീ അവനെ മാറ്റിയില്ലേ? ഇനിയിപ്പോ ഹല്ലേലൂയ വിളിക്കുന്നതിന് ദൈവത്തെ ആരാധിക്കുന്നതിന് എന്നാ കുഴപ്പം? കർത്താവ് ആ ഭൗതിക വിഷയങ്ങളുടെ മേലുള്ള എല്ലാ സംരക്ഷണവും കർത്താവ് പൊളിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ഓക്കെ എന്തുവരെ ചെയ്തോളാം. അപ്പോഴാണ് സാത്താൻ കയറി ആ മേഖലകളിലെല്ലാം അടിച്ചു നിരപ്പാക്കുന്നത്. എന്നിട്ട് ജോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അപ്പൊ സാത്താൻ വീണ്ടും വരും, അവന്റെ ഭൗതിക കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നില്ല, അവനൊന്നും പറ്റിയില്ലല്ലോ, അവന്റെ ശരീരത്തിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, അവന് രോഗമൊക്കെ വരുമ്പോ കാണാം, അപ്പൊ നിന്നെ തള്ളി പറയുന്ന കാണാം, നിന്നെ ഉപേക്ഷിക്കുന്ന കാണാം. അപ്പൊ കർത്താവ് പറഞ്ഞു, ജോബിൽ അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, അവന്റെ ശരീരത്തിന്റെ മേലുള്ള അധികാരവും നിനക്ക് തരുന്നു, അവന്റെ ജീവനെ നീ തൊടരുത്. ജീവനെ തൊടാൻ ദൈവം ഒരാൾക്കും അവകാശവും അധികാരവും കൊടുത്തിട്ടില്ല. കാരണം സ്വന്തം ജീവൻ കാൽവരിയിൽ ബലിയായി നൽകിക്കൊണ്ട് അവൻ അവന്റെ സ്വന്തമാക്കി എന്നെയും നിങ്ങളെയും മാറ്റിയത് കൊണ്ട് ലോകത്തിലെ ഒരു ശത്രുവിനും അവൻ നമ്മെ വിട്ടുകൊടുക്കില്ല. ഹല്ലേലൂയ. ഒരു തിന്മയ്ക്കും നമ്മുടെ ആത്മാവിന്റെ മേൽ കൈവെക്കാൻ പറ്റില്ല. ഒരു ശത്രുവിനും നമ്മുടെ ജീവന്റെ മേൽ, നിത്യജീവന്റെ മേൽ അവകാശമില്ല. ഒന്നുമില്ല. നമ്മുടെ കർത്താവ് അത് വിട്ടുകൊടുക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് തിന്മയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ മേൽ അവകാശവും അധികാരം കിട്ടുന്നതെന്ന് നമ്മൾ തുറന്നു വരുന്ന നിമിഷങ്ങളിൽ മനസ്സിലാക്കും. അപ്പൊ കർത്താവ് ഒരു ദൈവ പൈതലിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ ഭാഷ പറഞ്ഞ മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് അവിടെ ഒരു വൈദിക മന്ദിരം തന്നിട്ടുണ്ട്. അവിടെ ആദ്യ ദിവസം ഞങ്ങളെ കൊണ്ടുവന്നാക്കാമെന്ന സഹോദരൻ പറഞ്ഞു, അച്ഛാ ഗേറ്റ് എല്ലാം അടയ്ക്കണം, ഫ്രണ്ടിലെ ഗേറ്റും അടയ്ക്കണം, അല്ലെങ്കിൽ പട്ടി കയറും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പട്ടി കയറും, അതുകൊണ്ട് അച്ഛൻ ഫ്രണ്ടിലെ ഗേറ്റും അടച്ചു. അപ്പൊ ഞങ്ങള് മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്, എന്ത്, എല്ലാ ഗേറ്റും അടച്ചിടുക. അപ്പൊ പട്ടി അകത്ത് കയറരുത്. പട്ടി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടിയുടെ കടി കിട്ടാനും സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങളത് വളരെ ശ്രദ്ധയുള്ളവരാണ്. കാരണം 3 ദിവസത്തെ കൺവെൻഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് തീർക്കണമല്ലോ. കൺവെൻഷൻ വന്ന അച്ഛൻ പട്ടികടി ഏറ്റ് കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് പറയുമ്പോൾ അതൊരു അത്ര സുഖമായിട്ട് തോന്നുന്നില്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ അടച്ചിടുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞാനിപ്പോൾ മതിൽക്കെട്ടിനുള്ളിലാണ്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി, എന്റെ ഭവനത്തിന് വേണ്ടി, എന്റെ സമ്പത്തിന് വേണ്ടി, എന്റെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം കെട്ടിയ വേലിക്കെട്ടിനുള്ളിലാണ് ഞാനിപ്പോ. പട്ടി പുറത്താ നിൽക്കുന്നത്. ആരാ പുറത്ത്? ആരാ? പട്ടി. പട്ടി എവിടെ നിൽക്കുന്നത്? പുറത്താണ്. പിശാച് പുറത്താ നിൽക്കുന്നത്. ഇനി ഈ പട്ടിക്ക് എന്നെ കടിക്കണമെങ്കിൽ, ശ്രദ്ധിക്കണേ, ഈ പട്ടിക്ക് എന്നെ കടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ ഈ പട്ടിക്ക് എന്നെ കടിക്കാൻ പറ്റും? കാരണം നല്ല വലിയ മതിലാണ്. ഇതിന് ഉള്ളി കയറി, അല്ലെങ്കിൽ പട്ടിക്ക് ഈ പറയുന്ന എനിക്ക് ഒരു കടി തരണമെങ്കിൽ, എന്നെ ഉപദ്രവിക്കണമെങ്കിൽ, ശത്രുവിന് എന്റെ മേൽ, ഇതിന് ആത്മീയ തലത്തിൽ നിങ്ങൾ കാണണം. ഞാൻ പറയുമ്പോൾ പട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഒരു ആത്മീയ തലത്തിൽ കൂടി കണ്ടുപോകണം. ഈ പറയുന്ന പുറത്ത് നിൽക്കുന്ന പട്ടിക്ക്, ഈ ശത്രുവിന്, ഈ ദുഷ്ടപിശാചിന് എന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ, എന്നെ കടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
ഗേറ്റ് ഞാൻ തുറക്കൂല. ആ ചേച്ചി പറഞ്ഞാലും ഞാൻ തുറക്കില്ല. ഒരു ഞാൻ കടി മേടിക്കണതിനാ. പട്ടിക്ക് കടിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗേറ്റ്, ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ്. എന്ത് ചെയ്യണം? ഗേറ്റ് തുറക്കണം. ആര് തുറക്കണം? ആരാ പൂട്ടിയെ? താക്കോലാരെടുത്ത? മറ്റേ സിനിമ പോകുന്നു. ഇപ്പൊ താക്കോൽ എവിടെ കിടക്കുന്നത്? താക്കോലാരെടുത്ത? ഇപ്പൊ താക്കോൽ എവിടെ? താക്കോലെന്നെ പൂട്ടി താക്കോലായിട്ട് റെഡി ആയിട്ട് നിൽക്കുക, വേലി കെട്ടി നിർത്തിയേക്കുക. ഇപ്പൊ പട്ടിക്കിനകത്തേക്ക് കയറണമെങ്കിൽ ഞാൻ ഈ വാതിൽ തുറക്കണം. ശത്രുവിന് പ്രവേശിക്കണമെങ്കിൽ ഞാൻ വാതിൽ തുറന്നു കൊടുക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കണേ, നമ്മൾ ഡെലിവറൻസ് ധ്യാനങ്ങളുമായി ബന്ധപ്പെട്ട്, വിടുതൽ ധ്യാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ചില വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദ ഡോർ വേസ് ഓഫ് സൈറ്റൻ. പിശാചിന്റെ പ്രവേശന കവാടങ്ങൾ. ഒരു ജീവിതത്തിലും ഒരു കുടുംബത്തിലും തിന്മയ്ക്ക് പ്രവേശിക്കണമെങ്കിൽ അവന് പ്രവേശിക്കാൻ പറ്റുന്ന ചില പ്രവേശന കവാടങ്ങളുണ്ട്. അതിലൂടെ മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. ഈ ഇതിനുള്ളിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ അവിടെയൊക്കെ പ്രവേശന കവാടങ്ങളുണ്ട്, അല്ലേ? ഇതിനകത്തേക്ക് വരെ അതിലൂടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. എന്ന് പറയുന്ന പോലെ ഒരു വീടിനുള്ളിൽ കയറണമെങ്കിൽ അതിന് വാതിലുണ്ട്, ജനലുണ്ട് എന്ന് പറയുന്ന പോലെ ആ പ്രവേശന കവാടത്തിലൂടെ മാത്രമേ തിന്മയ്ക്ക് കയറാൻ പറ്റൂ. അപ്പോൾ ഒരാത്മാവിന്റെ മേൽ പിതാവായ ദൈവം പുത്രന്റെ രക്തം ചിന്തി മുദ്രയിട്ട് ശത്രുവിന് തൊടാൻ പറ്റാത്തൊരു കോട്ടയ്ക്കുള്ളിൽ ഒരു ജീവിതത്തെ ദൈവമാക്കി. ഞാനിപ്പോ ആ സുരക്ഷിതനാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ ഞാൻ സുരക്ഷിതനാണ്. കർത്താവ് വേലി കെട്ടി, അവന്റെ രക്തം കൊണ്ട് കോട്ട തീർത്ത് വേലി കെട്ടി എനിക്ക് സുരക്ഷിത, ഒന്നും എന്നെ തൊടില്ല. പക്ഷേ ഞാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ, ഏതെങ്കിലും സമയത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രവേശന കവാടം ഞാൻ തുറന്നു കൊടുത്താൽ, ഞാൻ ഈ ഗേറ്റ് തുറന്നാൽ പുറത്ത് നിൽക്കുന്നവന് അകത്ത് കയറാൻ പറ്റും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പലതരം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശത്രുവിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത്, ഈ സഹോദരി പറഞ്ഞ പോലെ, ഞാൻ തുറന്നു കൊടുക്കണം. വേണ്ടേ? ഞാൻ ഈ മതിൽക്കെട്ട്, ഒന്നില്ലെങ്കിൽ മതിൽക്കെട്ട് പൊളിക്കണം, ഒന്നില്ലെങ്കിൽ മതിൽ പൊളിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഗേറ്റ് തുറക്കണം. എങ്കിലേ ശത്രുവിന് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും വഴിയുണ്ടോ ശത്രുവിന് എന്നെ കടിക്കാനായിട്ട്? പിശാചിനെ എന്നെ, അല്ല ഈ പട്ടിക്ക് എന്നെ കടിക്കാനായിട്ട്? വേറെന്തെങ്കിലും വഴി? ഇപ്പൊ ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പോ പട്ടി അകത്തേക്ക് കയറി. വരുന്ന വഴിക്ക് തന്നെ എന്നെ ഓടിച്ചിട്ട് ഞാൻ പള്ളിക്ക് ചുറ്റും 2 റൗണ്ട് ഓടി. 3ാമത്തെ റൗണ്ടിൽ എന്നെക്കാളും ശക്തനായ എന്നെ ഓടിച്ചത് കൊണ്ട് അവസാനം കടി മേടിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു. അതൊരു സാധ്യത. ഇനി രണ്ടാമത്തെ സാധ്യത എന്താണ്? പട്ടിയുടെ കടി മേടിക്കാനുള്ളത്. അച്ഛൻ പട്ടിയുടെ കടി മേടിച്ചിട്ടേ പോകൂ, അല്ലെ എന്നാണ് ചിലരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? എന്താണ് രണ്ടാമത്തെ സാധ്യത? മതിലിയാടണോ? എന്റെ മോളെ, ഈ പ്രായത്തിൽ ഇനി മതിലിയാടാ? നേരത്തെ വല്ലാണെങ്കിൽ നടക്കുക. ഇനി മതിലിയാട്ടൊക്കെ വിട്. ഗേറ്റ് ഉള്ളപ്പോഴത്തേന് ഇനി മതിലിയാടുന്നേ. ഗേറ്റ് തുറന്നല്ലോ ഞാൻ. വേറെ എന്തെങ്കിലും പട്ടിക്കടി കിട്ടാതെ വേറെ എന്തെങ്കിലും വഴി? അടുത്ത സാധ്യത, പട്ടി പുറത്താണല്ലോ, ഞാൻ പുറത്തേക്ക് വന്നാലും എനിക്ക് ദൈവം എനിക്ക് വേണ്ടി ചേർത്തിരിക്കുന്ന ഒരു വേലിക്കെട്ടുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ഒരിക്കലും സംരക്ഷണത്തിന്റെ ഒരു മതിൽക്കെട്ടുണ്ട്. ഇതിനുള്ളിൽ ഞാൻ സുരക്ഷിതനാണ്. ഒന്നും എന്നെ തൊടില്ല, ഒരു ദുഷ്ടൻ എന്നെ തൊടില്ല, ഒരു പട്ടി എന്നെ കടിക്കില്ല, ഞാൻ സുരക്ഷിതനാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ആരോ കളിക്കുന്നത് പോലെ ഞാൻ കണ്ടു. ആരോ എന്നെ അവിടെ നിന്ന് കൈവക്കി കാണിച്ചു. ധാരാണ് എന്നെ ആ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഹായ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പയ്യെ ഗേറ്റൊക്കെ തുറന്ന് വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ വടി മറ്റേ ധാനം ആദ്യമൊക്കെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഉൽപ്പത്തി 4:7 പറയുന്ന പോലെ എന്താണ്? ശത്രു നിന്റെ പടിവാതിക്കൽ തന്നെ കിടപ്പുണ്ട്, അവൻ പടിവാതിക്കൽ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അവനെ നീ കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ അവൻ നിന്നെ കീഴ്പ്പെടുത്തുന്ന അവൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നു, പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ആദ്യ സെക്കൻഡിൽ മറ്റേ ചാടി വെറുതെ പോയി കടി മേടിച്ചു, അല്ല വെറുതെ കടി മേടിച്ചു, അല്ലെ? അപ്പോ 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഞാൻ ഈ പ്രവേശന കവാടത്തെ തുറന്നു കൊടുക്കണം. പട്ടിക്ക് കയറാൻ, ശത്രുവിന് കയറാനുള്ള വാതിൽ തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഞാൻ ഈ ഗേറ്റിന് പുറത്ത് നിൽക്കണം. ഈ സംരക്ഷണത്തെ, ഈ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ശത്രുവിന് എന്നെ തൊടാൻ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോ ഈ പറയുന്ന ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വേലിക്കെട്ട് എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ദൈവ കൽപ്പനകളാണ്. നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാനും നമ്മുടെ ആത്മാവിന് സ്വർഗം നിക്ഷേപിച്ചു തന്നിരിക്കുന്ന നിത്യരക്ഷ അപകടത്തിലാകാതിരിക്കാനും ദൈവം നമുക്ക് വേണ്ടി തീർത്ത വേലിക്കെട്ടാണ് ദൈവകൽപ്പനകൾ. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഗേറ്റ് തുറന്ന പട്ടി കടിക്കൂന്ന് അറിയാമായിരുന്നിട്ട് ഞാൻ പോയിട്ട് ഗേറ്റ് തുറക്കുവാണെങ്കിൽ അതിന് എന്നാ നിങ്ങൾ വിളിക്കുന്നേ? ആ ചേച്ചി കറക്റ്റാ പറഞ്ഞോ. ചേച്ചി ഫ്രീ ആണോ? നാളെ മുതൽ എന്റെ കൂടെ ശുശ്രൂഷിക്കാനാണ്. കറക്റ്റാണ് ആ ചേച്ചി പറഞ്ഞത്. ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ ചേച്ചി പറഞ്ഞിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല. കറക്റ്റാണ് ആ ചേച്ചി പറഞ്ഞത്. എനിക്കറിയാം ഞാൻ പുറത്ത് വാതിൽ തുറന്നാൽ കടി കിട്ടുമെന്ന്, ഒരു സംശയവുമില്ല. പട്ടി കടിക്കുമെന്ന് എനിക്കറിയാം. അത് കടിക്കുന്ന പട്ടിയാണെന്നും അറിയാം. കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനാണ് ആ മരുന്നെന്നും അറിയാം. എന്നിട്ടും ഞാൻ ചെന്ന് വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഹങ്കാരി. ആരാണ്? കടിച്ചോട്ടെ, എന്നെ കടിച്ചോട്ടെ, എന്ത് സംഭവിച്ചോട്ടെ, കുഴപ്പമില്ല, എന്നാലും ഞാൻ പാപം ചെയ്യും, എന്നാലും ഞാൻ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കും, എന്ത് സംഭവിക്കുമെന്ന് കാണണമല്ലോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണ ദൈവകൽപ്പനകൾ അച്ഛോ ഞങ്ങളുടെ സ്വാതന്ത്ര്യം കളയുന്നതാണ്. അതുപോലെ അങ്ങനെ തോന്നുന്നു. അതിനകത്ത് അങ്ങനെയല്ലേ പറഞ്ഞു, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, വസ്തുക്കൾ മോഹിക്കരുത്, എല്ലാം അരുത് 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 എന്നല്ലേ പറയുന്നത്. വീട്ടിലും ഇങ്ങനെ തന്നെ അപ്പുറമൊക്കെ പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമില്ല അച്ഛാ, ഒരു സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം കളയുന്നതാണെന്നാണ് പിശാച് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരൊറ്റ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ പോലെ തരാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ ഒരു പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാലത്തിന്റെ ഇരുവശങ്ങളിലുള്ള ആ കൈവരികൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം കളയാൻ വേണ്ടിയിട്ടാണോ, നിങ്ങളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ടാണോ? പറ. അതെങ്ങനെ ശരിയാവുന്നത്? എന്റെ സ്വാതന്ത്ര്യം, എനിക്ക് അങ്ങോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുമല്ലേ? അങ്ങോട്ട് പോയാ അത്രേ ഉള്ളൂ. ഒറ്റ വാക്കി പറഞ്ഞ അത്രേ ഉള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ ദൈവകൽപ്പനകൾ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ, നിത്യജീവിതത്തിനായി സ്വർഗം തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ആ ദൈവിക സംരക്ഷണം തകർന്നു പോകാതിരിക്കാൻ, ശത്രുവിന് ഒരു ആത്മാവിന്റെ മേൽ അധികാരം കിട്ടാതിരിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവന്റെ രക്തത്തിന്റെ കോട്ട, സംരക്ഷണത്തിന്റെ കോട്ട, ആ കോട്ടയ്ക്കുള്ളിൽ നാം സുരക്ഷിതരാണ്. അത് ദൈവത്തിന്റെ കൽപ്പനകളാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവ കൽപ്പന ഒരുവൻ ലംഘിക്കുമ്പോൾ, ബോധപൂർവം അഹങ്കാരത്തോടെ ദൈവ കൽപ്പനകളിൽ ഏതെങ്കിലും ഒരുവൻ ലംഘിക്കുമ്പോൾ അവൻ ശത്രുവിന് വാതിൽ തുറന്നു കൊടുക്കുന്നു. മറ്റു വാക്യം പറഞ്ഞാൽ ശത്രുവിന് പ്രവേശിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ പ്രവേശന കവാടം പാപമാണ്, ദൈവ കൽപ്പനകളുടെ ലംഘനമാണ്. എത്ര ജീവിതങ്ങളിൽ, എത്ര കുടുംബങ്ങളില് പിശാചിന് ഇങ്ങനെ വാതിൽ മലക്കെ തുറന്നിട്ടിട്ട് ആ കുടുംബങ്ങളിൽ കയറി ഇറങ്ങി നിരങ്ങി ആ കുടുംബത്തിന്റെ മുഴുവൻ സമാധാന, സന്തോഷവും സ്വസ്ഥതയൊക്കെ പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നു. ദൈവകൽപ്പനകളുടെ ലംഘനം, പാപത്തിന്റെ സ്വാധീനം മൂലം നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ, തടസ്സങ്ങളുണ്ടെങ്കിൽ, തകർച്ചകളുണ്ടെങ്കിൽ, അനർത്ഥങ്ങളുണ്ടെങ്കിൽ പാപത്തിന്റെ കെട്ടഴിയാതെ ഈ പ്രശ്നം മാറില്ല. നിങ്ങൾ തലകുത്തി നിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 വട്ടം വേളാങ്കണ്ണിക്ക് പോവായിരിക്കും, നിങ്ങൾ 15 പ്രാവശ്യം ഉടമ്പടി എടുക്കുമായിരിക്കും, മാറില്ല. പാപത്തിന്റെ സ്വാധീനം മൂലം വന്ന തകർച്ചയാണെങ്കിൽ, തടസ്സമാണെങ്കിൽ, അസ്വസ്ഥതയാണെങ്കിൽ, ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സഹനങ്ങളോ വിഷമങ്ങളോ എന്തുവാകട്ടെ, അത് മാറണമെങ്കിൽ പാപത്തിന്റെ കെട്ടഴിയണം. കാരണം മാറ്റപ്പെടണം. ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം പാപമാണെങ്കിൽ പാപത്തിന്റെ കെട്ടഴിയേണ്ടതുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പലതരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയിപ്പോ രണ്ടാമത്തത്, ഞാൻ പുറത്തേക്ക് ഇറങ്ങി, അയ്യോ പട്ടി കടിക്കോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അച്ചോ. എടാ, അത് വലിയൊരു പ്രശ്നമാണ്. ഇന്ന് നമ്മുടെ സഭയിൽ ദൈവമക്കൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണത്. എന്താണെന്നറിയാവോ? ഇഗ്നറൻസ്, അറിവില്ലായ്മ. അതുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ എളുപ്പം. എത്രയോ പേരെയാണ് ആത്മീയ വിഷയത്തിൽ പോലും വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ?
പറഞ്ഞു പറ്റിക്കുക. കാരണം നമ്മുടെ ഒരു വൈകാരിക വൾണറബിലിറ്റി ഉണ്ട്, ഒരു ബലഹീനതയുണ്ട്. ചില ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ കുറെ നാൾ പ്രാർത്ഥിച്ചു, ചില രോഗങ്ങൾ മാറുന്നില്ല, പ്രശ്നങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു, അസ്വസ്ഥതകൾ കൂടുന്നു. ഇങ്ങനെ നമ്മൾ കിടന്ന് നെട്ടോട്ടം ഓടിക്കുന്നു, നമ്മൾ വൈകാരികമായിട്ട് വല്ലാതെ തകർന്നു നിൽക്കുന്നു, അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ വൈകാരിക മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ അടിക്കടി 2-3 അപകടങ്ങൾ ഉണ്ടായി, മരണങ്ങൾ സംഭവിച്ചു, ദുർമരണങ്ങൾ ഉണ്ടായി. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമോ? വീട്ടിൽ വന്നിട്ട് ഒന്നും അറിയാതെ, ഒന്നും ചോദിക്കാതെ വെറുതെ നേരെ പറയുകയാണ്, നിങ്ങളുടെ വീട്ടില് പൂർവിക ശാപം കിടപ്പുണ്ടോ? വിശ്വസിക്കില്ലയോ? നിങ്ങൾ അപ്പൊ തന്നെ കണ്ണും പൂട്ടി വിഴുങ്ങും. വിശ്വസിക്കുക, കംപ്ലീറ്റ് ആയിട്ട് വിഴുങ്ങും. ചോദിക്കും, ഇനിയിപ്പോ എന്നാ ചെയ്യാനാ, ഇനിയിപ്പോ എന്നാ ചെയ്യണ്ടേ? നമ്മുടെ വൈകാരിക മനുഷ്യൻ വൾണറബിൾ ആകുമ്പോ, വീക്ക് ആകുമ്പോ, ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വല്ലാതെ കണ്ട് അസ്വസ്ഥപ്പെടുമ്പോൾ ശത്രു ചിലപ്പോൾ ചില തെറ്റായ ബോധ്യങ്ങളിലൂടെ, ചില തെറ്റായ ആലോചനകളിലൂടെ, ചില വ്യക്തികളുടെ ചില സ്വരത്തിലൂടെയൊക്കെ ശത്രുവിന് നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് അതീവ ജാഗ്രത വേണം. നമ്മുടെ ആത്മീയ വിഷയങ്ങളെ, നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് നമുക്കൊരു കൃത്യത വേണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പലതമർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും, ഒരു ആത്മീയ മനുഷ്യന്റെ, ഒരു ദൈവ പൈതലിന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം ഒരു വ്യക്തിയാണ്. അവന്റെ പേരാണ് ഇന്നും ജീവിക്കുന്നവനായ ഈശോ. അവനിലാണ് നമ്മുടെ അനുഗ്രഹം മുഴുവൻ ഇരിക്കുന്നത്. യേശുവിനെ സ്വന്തമാക്കി, അവൻ അനുഗ്രഹം സ്വന്തമാക്കി, ആത്മരക്ഷ സ്വന്തമാക്കി. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പരിഹാരം ചെയ്തവൻ ഒരുവനേ ഉള്ളൂ. അവൻ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. വേറെ ഒരുവനുമില്ല. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു വിശുദ്ധനും പരിഹാരം ചെയ്തിട്ടില്ല. കാൽവരിയിൽ രക്തം ചിന്തിയിട്ടില്ല. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ കാൽവരി കുരിശിൽ ഉയർത്തപ്പെട്ട ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അവന്റെ പേര് യേശു എന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞതുപോലെ 3-ാം ദിവസം ചരിത്രങ്ങളെ, ഇന്നോളമുള്ള മനുഷ്യന്റെ ഭൗതിക ഇന്റലക്ച്വൽ കപ്പാസിറ്റിയെ അതിലംഘിച്ചുകൊണ്ട് കല്ലറകളെ ഭേദിച്ചു പുറത്തു വന്ന ഒരുവനേ ഉള്ളൂ. ഈ ലോകത്ത് ദൈവമെന്ന് വിളിക്കാൻ ഉറപ്പുള്ള ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തതിന് ശേഷം നമ്മോടൊപ്പം അന്ത്യത്തോളം നമ്മോടൊപ്പമായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഒരുവനേ ഉള്ളൂ. നമ്മുടെ ആത്മരക്ഷ ഉറപ്പിച്ച ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് യേശു. എന്റെ സകല അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ സകല അനുഗ്രഹങ്ങളും സ്വന്തമാക്കിയിരിക്കുന്നു.